ഹലോ, ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ നെയിൽസ് അക്കാഡമിയിൽ നോക്കാൻ പോകുന്നത് സാനിറ്ററി കെമിസ്ട്രിന്റെ ലാസ്റ്റ് മൊഡ്യൂളിലെ എൻവയോൺമെന്റൽ മൈക്രോബയോളജിയുടെ റിവിഷൻ ആണ്. നമ്മൾ ഓൾറെഡി ചാപ്റ്റർ എല്ലാം ഡിസ്കസ് ചെയ്തതാണ്. അതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഒപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്. നോട്ട്സ് നന്നായിട്ട് വായിക്കുക. നമുക്കിത് റിവിഷൻ ആയിട്ട് നോക്കാം. അപ്പോൾ എൻവയോൺമെന്റൽ മൈക്രോബയോളജിയിൽ 5 ടോപ്പിക്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അതിൽ സബ് ടോപ്പിക്സുകൾ ഉണ്ട്. മെയിൻ ആയിട്ട് വരുന്നത് 5 ടോപ്പിക് ആണ്. അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. അപ്പൊ ഈ ഒരു സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിന്റെ അകത്ത് നമുക്ക് കമ്പോസ്റ്റിംഗ് ആണ് പഠിക്കാനുള്ളത്. അപ്പൊ കമ്പോസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു എയറോബിക് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. അതായത് ഓക്സിജൻ റിക്വയർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഓക്സിജന്റെ ആ ഒരു പ്രസൻസിൽ നടക്കുന്ന ഒരു റിയാക്ഷൻ എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഓർഗാനിക് മെറ്റീരിയൽസ്, ന്യൂട്രിയൻസ് റിച്ച് ആയിട്ടുള്ള ഓർഗാനിക് മെറ്റീരിയൽസ് നമ്മൾ സോയിലൊരു പിറ്റ് എടുത്തിട്ട് അതിൽ ഡംപ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ കമ്പോസ്റ്റിംഗ് ചെയ്യുന്നത്. അതൊരു നാച്ചുറൽ ഡീകമ്പോസിഷൻ ആണ്. അതിന്റെ എൻഡ് പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് കമ്പോസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതായത് മാന്യുവർ ആണ്. നമുക്കത് ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യാം. ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ നല്ലൊരു കാര്യമാണ്. നമുക്ക് ക്രോപ്സിന്റെ ഈൽഡ് കൂട്ടാനായിട്ടും സാധിക്കും. ഇതാണ് കമ്പോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ചെറിയ ഒരു സ്റ്റെപ്പ് പോലെ ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അതായത് എന്തൊക്കെയാണ്? ഓർഗാനിക് വേസ്റ്റ് നമ്മൾ കമ്പോസ്റ്റ് ചെയ്തു, കമ്പോസ്റ്റ് ഉണ്ടായി. അത് എന്താണ് ചെയ്യുന്നത്? സോയിലിലെ മിനറൽസിനെ ഇംപ്രൂവ് ചെയ്യിക്കും. ഇൻഓർഗാനിക് ന്യൂട്രിയൻസ് ഉണ്ട്. അതായത് അത് ക്രോപ്സ് അപ്ടേക്ക് ചെയ്യും. പിന്നെ എന്തൊക്കെ അവിടെ സംഭവിക്കുന്നത്? ബയോളജിക്കൽ ആൻഡ് എൻസൈമാറ്റിക് ആക്ടിവിറ്റീസ് നടന്നിട്ട് ആ ക്രോപ്സിന് നല്ല ഈൽഡ് കിട്ടുന്നു. ഇതാണ് ജസ്റ്റ് ഒരു സമ്മറി പോലെ നമുക്ക് പറയാൻ പറ്റുന്നത്. മെയിൻലി ഓർഗാനിക് വേസ്റ്റിനെ നാച്ചുറലി ഡീകമ്പോസ് ചെയ്തിട്ട് അത് മാനുവർ ആക്കി മാറ്റുക അല്ലെങ്കിൽ കമ്പോസ്റ്റ് ആക്കി മാറ്റുക. ഇവിടെ നമുക്ക് കമ്പോസ്റ്റ് മാത്രമല്ല കിട്ടുന്നത്, നമുക്ക് ബയോഗ്യാസും കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന് കുറെ കണ്ടീഷൻസ് ഉണ്ട്. നമ്മുടെ PSC എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈ ഒരു കണ്ടീഷൻസ് ആണ്. നമ്മളോട് എന്താണ് കമ്പോസ്റ്റിംഗോ എന്താണ് അതിന്റെ പ്രോഡക്റ്റ് കിട്ടുക എന്നൊന്നും ആയിരിക്കില്ല ചോദിക്കുക. ഈ കമ്പോസ്റ്റിംഗ് പ്രോപ്പർ ആയിട്ട് നടക്കണമെങ്കിൽ അവിടെ കാർബൺ നൈട്രജൻ റേഷ്യോ പ്രോപ്പർ ആയിരിക്കണം. ആ ഒരു റേഞ്ച് വേണം. മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടായിരിക്കണം. എയറേഷൻ 10-30% ഉണ്ടായിരിക്കണം. കാർബൺ ടു നൈട്രജൻ റേഷ്യോ 25-35:1 എന്നുള്ള നിലയിലാണ് വേണ്ടത്. മോയ്സ്ചർ കണ്ടന്റ് ആണെങ്കിൽ 40-60% എന്ന രീതിയിൽ. എയറേഷൻ ആണെന്നുണ്ടെങ്കിൽ 10-30%. ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ 50-60 വരെ. pH ആണെങ്കിൽ നോർമലി അത് അത്ര ആവശ്യമില്ല. പക്ഷെ ഓർഗാനിക് വേസ്റ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് 5-12 ആണ്. പാർട്ടിക്കിളിന്റെ സൈസ് 10-50 മില്ലിമീറ്റർ ആണ്. ഇത് അതിന്റെ റെഫറൻസ് എവിടെ നിന്നാണ് നമ്മൾ ഈ റെഫറൻസ് എടുത്തിട്ടുള്ളത് അതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കാര്യമാണ് നമുക്ക് നോക്കാനുള്ളത്. അതിനെ അഫക്ട് ചെയ്യുന്ന കണ്ടീഷൻസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ടേബിൾ പോലെ തന്നിരിക്കുന്നത് ഒന്ന് നോക്കുക. ഇനി നമ്മുടെ സെക്കൻഡ് ടോപ്പിക് ആണ് ബയോ റെമഡിയേഷൻ. എന്താണ് ഈ ബയോ റെമഡിയേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്? ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ബയോ റെമഡിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അർബനൈസേഷൻ പിന്നെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ ജീവിത രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്, ഡെയിലി ലൈഫിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മുടെ സോയിലുള്ളതാണെങ്കിലും വാട്ടറിലുള്ളതാണെങ്കിലും പൊല്യൂട്ടൻസിന്റെ അളവും കൂടുതലാണ്. ഒരുപാട് പൊല്യൂഷൻ ഇന്നത്തെ കാലത്ത് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ളതാണ് സോയിൽ കണ്ടാമിനേഷൻ, അതേപോലെ വാട്ടർ പൊല്യൂട്ടഡ് ആയിട്ടുള്ളതൊക്കെ. അപ്പൊ ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സോയിലിനെയും അതേപോലെ നമ്മുടെ ഗ്രൗണ്ട് വാട്ടറിനെയും ക്ലീൻ ചെയ്യുക, മൈക്രോബ്സിനെ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ് ആണ് ബയോ റെമഡിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി മൈക്രോബ്സ് എന്ന് പറയുന്നത് ബാക്ടീരിയാസ് ആവാം, അല്ലെങ്കിൽ ഫംഗസുകളാവാം, അങ്ങനെ പല രീതിയിലുള്ള ചെറിയ ഓർഗാനിസംസ് ആവാം. ഈ ഒരു ബയോ റെമഡിയേഷനിൽ ഈ ഒരു മൈക്രോബ്സിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഈ വേസ്റ്റ് എന്ന്, ആ കണ്ടാമിനൻസ് ആണ് അവർ സോഴ്സ് ഓഫ് ഫുഡ് ആൻഡ് എനർജി ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഇവരെ നമ്മൾ ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇവർ അതിന്റെ ഫുഡാണെന്ന് വിചാരിച്ചിട്ട് അതെല്ലാം ക്ലീൻ ചെയ്ത് തരും. അതാണ് ബയോ റെമഡിയേഷൻ. അവിടെ നമ്മൾ എക്സ്ട്രാ കെമിക്കൽ ആഡ് ചെയ്ത് പിന്നെയും ആ ഒരു സോയിലിനെ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടറിനെ നശിപ്പിക്കുന്നില്ല. പകരം നമ്മൾ ബയോളജിക്കൽ ആയിട്ടുള്ള, അതായത് ഓർഗാനിസംസിനെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അതിനെയാണ് ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. ഇനി ബയോ റെമഡിയേഷനെ അഫക്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്.
നോക്കുക, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബയോറെമഡിയേഷൻ എന്തൊക്കെയാണ്? രണ്ട് ടൈപ്പാണ് തന്നിരിക്കുന്നത്, ബയോട്ടിക്കും അബയോട്ടിക്കും. ബയോട്ടിക് എന്നാൽ എന്താണ്? സെൽ സൈസ്, കോമ്പോസിഷൻ, എക്സ്ട്രാ സെല്ലുലാർ പ്രോഡക്റ്റ് ഫോർമേഷൻ ഒക്കെയാണ് ബയോട്ടിക് ഫാക്ടേഴ്സ് വരുന്നത്. അബയോട്ടിക് ഫാക്ടേഴ്സ് ആണെങ്കിലോ ഫിസിയോ കെമിക്കൽ പാരാമീറ്റേഴ്സ് ആണ് കൂടുതലായിട്ട്, അതായത് pH, ടെമ്പറേച്ചർ, ഓക്സിജൻ ലെവൽ, മെറ്റൽ കോൺസെൻട്രേഷൻ, ന്യൂട്രിയൻസിന്റെ, അതേപോലെ ഓക്സിജൻ കാർബൺ കോൺസെൻട്രേഷൻസ് ഒക്കെ. ഇത് കൂടാതെ വരുന്നതാണ് ക്ലൈമറ്റിക് ഫാക്ടേഴ്സ്. ഇനി ഫിസിയോ കെമിക്കൽ പാരാമീറ്റേഴ്സിൽ തന്നെ സ്ക്രീനിങ് ഓഫ് പൊട്ടൻഷ്യൽ ഓഫ് മൈക്രോ ഓർഗാനിസംസ്, അതായത് ഇൻസിറ്റു ബയോറെമഡിയേഷൻ ഉണ്ട്, എക്സിറ്റു ബയോറെമഡിയേഷൻ ഉണ്ട്. ആ രണ്ട് വേർഡ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് ജസ്റ്റ് ബയോട്ടിക് എന്താ, അബയോട്ടിക് എന്താ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ബയോറെമഡിയേഷൻ എന്താന്ന് പറഞ്ഞു, കണ്ടാമിനേഷൻ ഓഫ് സോയിൽ ആണെങ്കിലും ഗ്രൗണ്ട് വാട്ടറിനെ ട്രീറ്റ് ചെയ്യുന്നതാണ് ബയോസിക് മൈക്രോ ഓർഗാനിസംസ്. ഈ കണ്ടാമിനേഷൻ എങ്ങനെയാ സംഭവിക്കുന്നത്? പല രീതിയിലാവാം. പ്ലാസ്റ്റിക് സോയിൽ ഇടുന്നത് കൊണ്ടാവാം ഒരു കാരണം, പിന്നെ നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള വേസ്റ്റ് ഇടുന്നത് കൊണ്ടാവാം, പെസ്റ്റിസൈഡ്സ് ഫാം ലാൻഡ്സിലൊക്കെ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നുണ്ടാവാം, ഇൻസെക്ടിസൈഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, റോഡൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, റോഡന്റിസൈഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് റോഡൻസിനെതിരായിട്ട്. അപ്പോൾ ആ ഒരു കാരണങ്ങൾ കൊണ്ട് വരാം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഹാഷ് ആയിട്ടുള്ള കെമിക്കൽസ്, ഈവൻ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ആക്കുന്ന സോപ്പ്, ഡിറ്റർജന്റ്, പേസ്റ്റ്, മറ്റേ നമ്മളെ സ്പ്രേ, ഈ വക ബാക്കിയുള്ള എല്ലാവിധ കോസ്മെറ്റിക് ഐറ്റംസ് ആണെങ്കിലും ഇതിന്റെയൊക്കെ വേസ്റ്റ് എവിടേക്കാണ്? നമ്മുടെ സോയിലിലേക്കാണ് അടിഞ്ഞുകൂടുന്നത്. അപ്പൊ ഇതെല്ലാം കണ്ടാമിനൻസ് ആണ്. അപ്പൊ ഇതിൽ കുറച്ച് ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റത്തെ പെസ്റ്റിസൈഡ്സ് ആണ്. പെസ്റ്റിസൈഡ്സിൽ എന്താ വരുന്നത്? എങ്ങനെയാണ് പെസ്റ്റിസൈഡ്സ് വർക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ് പെസ്റ്റിസൈഡ്സ് മണ്ണിന് ദോഷവും ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മുടെ ക്രോപ്സിന്റെ കൾട്ടിവേഷന് അത് അഡ്വാൻറ്റേജ് ആണെങ്കിൽ കൂടെ ഇതിന്റെ ഓവർ യൂസേജ് കാരണം ഒരുപാട് നഷ്ടം വരുന്നുണ്ട്. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും ഒപ്റ്റിമം കണ്ടീഷൻസും ആണ് കേട്ടോ പെസ്റ്റിസൈഡിന്റെ ബയോ റെമഡിയേഷന് ആവശ്യമായിട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന് മോയ്സ്ചർ കണ്ടന്റ് 25 to 85% വരെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഓക്സിജന്റെ ലെവൽ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും 0.2 milligram per liter ഡിസോൾവ്ഡ് ഓക്സിജൻ ആയിരിക്കണം. പിന്നെ റിഡോക്സ് പൊട്ടൻഷ്യൽ ഓൾവേസ് ഗ്രേറ്റർ ദാൻ 50 millivolts. ന്യൂട്രിയൻസ് ആണെങ്കിൽ കാർബൺ, നൈട്രജൻ, പൊട്ടാഷ്യം റേഷ്യോ ആണ് വരുന്നത്. 1:10:1 അതാണ് മോളാർ റേഷ്യോ ആയിട്ട് പറയുന്നത്. pH ആണെങ്കിൽ 5.5 to 8.5 എന്നുള്ള രീതിയിൽ. ടെമ്പറേച്ചർ ആണെങ്കിൽ 15 to 45 degrees Celsius. അപ്പൊ ഇതാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബയോ റെമഡിയേഷൻ ഓഫ് പെസ്റ്റിസൈഡ്സ്. ഇനി നമ്മൾ നേരത്തെ രണ്ട് വേർഡ്സ് പഠിച്ചു, ഇൻസിറ്റു ബയോ റെമഡിയേഷനും എക്സിറ്റു ബയോ റെമഡിയേഷനും. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിക്കാവുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻസിറ്റു ആവട്ടെ എക്സിറ്റു ആവട്ടെ ഏതെങ്കിലും ഒന്ന് ചോദിക്കാം. ഇൻസിറ്റു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അവിടെ നമ്മൾ എക്സ്കവേറ്റ്, അതായത് സോയിൽ എക്സ്കവേറ്റ് ചെയ്യേ വാട്ടർ എക്സ്കവേറ്റ് ചെയ്യേ ഒന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ല. കുറച്ചും കൂടെ ചീപ്പ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. നാച്ചുറൽ ആയിട്ടുള്ള ഇൻഡിജീനിയസ് ഓർഗാനിസംസിനെയാണ് നമ്മൾ ഈ ഒരു ഇൻസിറ്റു ബയോ റെമഡിയേഷനിൽ യൂസ് ആക്കുന്നത്. സ്ലോ പ്രോസസ് ആണ്, ഈസി ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. അതിൽ ഏതൊക്കെയാണ് വരുന്നത്? ബയോ സ്പാരിങ്, ബയോ വിൻഡിങ്, ബയോ ഓഗ്മെന്റേഷൻ. ഈ മൂന്ന് വേർഡ്സ് ഒന്ന് ഓർത്ത് വെക്കണം. ഇൻസിറ്റു ബയോ റെമഡിയേഷനിൽ വരുന്നതാണ് ബയോ സ്പാരിങ്, ബയോ വിൻഡിങ്, ബയോ ഓഗ്മെന്റേഷൻ. ഇനി എക്സിറ്റു ബയോ റെമഡിയേഷനിൽ വരുന്നത് ഏതൊക്കെയാ? എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിറ്റു ആണ്, പുറത്തേക്ക് എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പൊ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സോയിലിനെ നമ്മൾ ആദ്യം എക്സ്കവേറ്റ് ചെയ്യണം. ഈ എക്സ്കവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു മിനിമൽ ലാൻഡ് ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ അവിടെ ഉണ്ടാവുന്നത്. ഹെക്ടർ കണക്കിന് സ്ഥലത്തായിരിക്കും ഈ ഒരു കണ്ടാമിനേഷൻ സംഭവിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സിന് ചാർജ് അധികമാണ്, അതായത് ഭയങ്കര കോസ്റ്റ്ലി ആണ്. ഇറ്റ് നീഡ്സ് ഓർഗാനിസം സപ്ലൈഡ് ഫ്രം ഔട്ട്സൈഡ്. റാപ്പിഡ് ആയിട്ടുള്ള പ്രോസസ് ആണ്. മെഷീൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ റാപ്പിഡ് ആണ്. ഈസി ടു ഇംപ്ലിമെന്റ്, കൺട്രോൾ ആൻഡ് മെയിൻറ്റെയിൻ. ഇറ്റ് ഇൻക്ലൂഡ്സ് സ്ലറി ഫേസ് ആൻഡ് സോളിഡ് ഫേസ്. ഇത്രയാണ് എക്സിറ്റു ബയോ റെമഡിയേഷനിൽ പറയുന്നത്. ഇനി നമ്മളെ അടുത്ത കാര്യമാണ് ഡിറ്റർജൻസ്. ഡിറ്റർജൻസ് എന്താണ്? നമുക്കറിയാം. ഡിറ്റർജൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. എന്താണ് ഡിറ്റർജൻസ് എന്ന് പറഞ്ഞെങ്കിൽ? ഫാറ്റി ആസിഡിന്റെ ലോങ് ചെയിൻ ആണോ അതോ സൾഫോണിക് ആസിഡിന്റെ ലോങ് ചെയിൻ ആണോ? എന്താണ് ഡിറ്റർജൻസിൽ വരുന്നത്? സോപ്പ് ആൻഡ് ഡിറ്റർജൻസ് നമ്മൾ പഠിച്ചതാണ്, അതിന്റെ റിവിഷനും കഴിഞ്ഞതാണ്. അപ്പൊ എന്താണ്? ഫാറ്റി ആസിഡിന്റെ ലോങ് ചെയിൻ ആണോ സൾഫോണിക് ആസിഡിന്റെ ലോങ് ചെയിൻ ആണോ വരുന്നത്?
സൾഫോണിക് ആസിഡിന്റെ ലോങ് ചെയിൻ ആണ് വരുന്നത്. അപ്പൊ ലോങ് ആയിട്ടുള്ള ഒരു മോളിക്യൂൾ ആണ്. അതിനെ ഡീഗ്രേഡ് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഒന്നാമത് ഡിറ്റർജന്റ് എന്ന് പറയുന്നത് സിന്തറ്റിക് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഇതിനെങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് അതിന് കാറ്റയോണിക് പാർട്ടും ഉണ്ടാവും ആനിയോണിക് പാർട്ടും ഉണ്ടാവും. ഫസ്റ്റത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ പോയിന്റർ യൂസ് ചെയ്യാം. ഇത്രയും വലിയൊരു മോളിക്യൂൾ ആണ്. അതില് ഈ ഒരു ഭാഗം നമ്മൾ കാറ്റയോണിക് പാർട്ടും ഈ ഒരു ഭാഗം നമ്മൾ ആനിയോണിക് പാർട്ടും ആയിട്ട് എടുക്കുക. അപ്പൊ ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ എന്താ സംഭവിച്ചത്? ഈ കാറ്റയോണിക് പാർട്ടും ആനിയോണിക് പാർട്ടും സെപ്പറേറ്റ് ചെയ്തു. അതാണ് പ്രൈമറി ബയോഡിഗ്രഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പ്രൈമറി ബയോഡിഗ്രഡേഷൻ ഓഫ് ഡിറ്റർജൻസിൽ കാറ്റയോൺ പാർട്ടും ആനിയോണിക് പാർട്ടും സെപ്പറേറ്റ് ആവുന്നു. പിന്നത്തേതിൽ എന്താ സംഭവിച്ചത്? ഈ ഒരു സർഫാക്ടന്റ് മോളിക്യൂളിന്റെ ഡിവിഷൻ ആണ് സംഭവിക്കുന്നത്. ആദ്യം ഒരു മോളിക്യൂൾ ഡിവൈഡ് ചെയ്തു, രണ്ടാമത്തെ സ്റ്റേജിലെത്തിയപ്പോൾ രണ്ടാമത്തെ മോളിക്യൂള്, മൂന്നാമത്തേലെത്തിയപ്പോൾ മൂന്നാമത്തെ, ലാസ്റ്റ് സ്റ്റെപ്പ് ആയപ്പോൾ ഓരോ മോളിക്യൂൾസും സ്പ്ലിറ്റ് ചെയ്ത് പോയി. അതായത് ലോങ് ആയിട്ടുള്ള ഒരു മോളിക്യൂളിനെ നമ്മൾ എന്ത് ചെയ്തു? കുട്ടിയായിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്തു. അതാണ് ഇന്റർമീഡിയറ്റ് ബയോഡിഗ്രഡേഷൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ആയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കാർബൺ ഡൈ ഓക്സൈഡും ബാക്കിയുള്ള വാട്ടറും അതേപോലെ ബയോമാസ് ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ഡീഗ്രഡേഷൻ സംഭവിച്ചു. മനസ്സിലായോ? ഇനി നമുക്ക് പെട്രോളിയം ആൻഡ് ഹൈഡ്രോ കാർബൺസ് ആണ് നോക്കുന്നത്. പെട്രോളിയം ആൻഡ് ഹൈഡ്രോ കാർബൺസിൽ മെയിൻ ആയിട്ടുള്ള രണ്ട് വേർഡ് ആണ് ബയോ ഓഗ്മെന്റേഷനും ബയോ സ്റ്റിമുലേഷനും. ഇതാണ് ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത്. ബയോ ഓഗ്മെന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹൈഡ്രോ കാർബൺസോ അല്ലെങ്കിൽ പെട്രോളിയം സ്പിൽ ചെയ്ത ആ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക? മൈക്രോബ്സിനെ കൊണ്ടുപോയിട്ട് മൈക്രോബ്സിനെ അവിടെ ഈ ഒരു സ്പിൽ ചെയ്തിട്ടുള്ള എന്താ പറയുക നമ്മുടെ ഹൈഡ്രോ കാർബൺസും അതേപോലെ തന്നെ പെട്രോളിയം പ്രോഡക്ട്സിനൊക്കെ അബ്സോർബ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഫുഡായിട്ട് എടുക്കുന്ന മൈക്രോബ്സിനെ അല്ലെങ്കിൽ അതിനെ ഡീഗ്രേഡ് ചെയ്യുന്ന മൈക്രോബ്സിനെ നമ്മൾ അവിടെ കൊണ്ടുപോയി ഇടണം. എന്നാൽ മാത്രം ആ ഒരു പ്രോസസ്സിനാണ് ബയോ ഓഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ ബയോ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഡീഗ്രേഡ് ചെയ്യാനായിട്ടുള്ള ഫാക്ട് ആ ഒരു മൈക്രോബ്സ് അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക, പക്ഷെ ഫാക്ടേഴ്സ് ഇല്ല. അതായത് ന്യൂട്രിയൻസും അതേപോലെ ഗ്രോത്തിനുള്ള ന്യൂട്രിയൻസ് ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ആ ന്യൂട്രിയൻസിന് ഗ്രോത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ന്യൂട്രിയൻസിന് നമ്മൾ ആ ഒരു ബാക്ടീരിയാസ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക, സ്റ്റിമുലേറ്റ് ചെയ്യുക ബാക്ടീരിയയുടെ ആക്ടിവിറ്റി. അതാണ് ബയോ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ബയോ ഫെർട്ടിലൈസേഴ്സ് ആണ് മൂന്നാമത്തെ ടോപ്പിക് വരുന്നത്. അപ്പൊ നമ്മൾ ഏതൊക്കെ ടോപ്പിക് കഴിഞ്ഞു? വേസ്റ്റ് മാനേജ്മെന്റ് കഴിഞ്ഞു, കമ്പോസ്റ്റിംഗ് പറഞ്ഞു, പിന്നെ നമ്മൾ പഠിച്ച ബയോ റെമഡിയേഷൻ ആണ്. അതിൽ തന്നെ 3 ടോപ്പിക്സ് കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു? പെസ്റ്റിസൈഡ്സിന്റെ കഴിഞ്ഞു, ഡിറ്റർജൻസ് കഴിഞ്ഞു, ഹൈഡ്രോ കാർബൺസും കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ടോപ്പിക് ആണ് മെയിൻ ആയിട്ടുള്ളത് ബയോ ഫെർട്ടിലൈസേഴ്സ്. ഇതിൽ നമുക്കൊരു 3 ആളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. എന്താ ബയോ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? എന്താ ബയോ ഫെർട്ടിലൈസേഴ്സ്? ഫെർട്ടിലൈസർ എന്താന്ന് നമുക്കറിയാം. ക്രോപ്സിന്റെ ഈൽഡ് കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കെമിക്കൽസിനെ അല്ലെങ്കിൽ പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള നൈട്രജൻ, ഫോസ്ഫറസ്, അതേപോലെ പൊട്ടാസ്യം ഇവരെയൊക്കെ കൊടുക്കുന്ന സിന്തറ്റിക് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കെമിക്കൽസ് ആണ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. ബയോ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ മാറ്റേ ഉള്ളൂ. നമ്മൾ ഉണ്ടാക്കുന്ന ഫെർട്ടിലൈസർ തന്നെയാണ്, പക്ഷെ അവിടെ നമ്മൾ കെമിക്കൽസ് ഒന്നും യൂസ് ആക്കുന്നില്ല. കെമിക്കൽസ് യൂസ് ആക്കുന്നതിന് പകരം അവിടെ നമ്മൾ മൈക്രോബ്സിനെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ റൈസോബിയം ഫെർട്ടിലൈസർ. റൈസോബിയ എന്ന് പറയുന്ന ബാക്ടീരിയനെ പറ്റി നമുക്കറിയാം. ഈ പീ പ്ലാന്റ്സിലൊക്കെ അല്ലെങ്കിൽ ലെഗുമിനസ് പ്ലാന്റ്സിലൊക്കെ റൂട്ട് നൊഡ്യൂൾസ് ഉണ്ടാവും. ആ റൂട്ട് നൊഡ്യൂളിന്റെ ഉള്ളിൽ ഉള്ള ബാക്ടീരിയാസ് ആണ് റൈസോബിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ റൈസോബിയത്തിന് എന്തിനുള്ള കഴിവുണ്ട്? നമ്മുടെ അറ്റ്മോസ്ഫെറിക് നൈട്രജനെ അമോണിയ ആയിട്ട് മാറ്റാനുള്ള കഴിവുണ്ട്. ആ ഒരു പ്രോസസ്സ് തന്നെ നമ്മൾ ഈ റൈസോബിയം ബാക്ടീരിയനെ എക്സ്ട്രാക്ട് ചെയ്ത് അതിനെ ഒരു മാസ് പ്രൊഡക്ഷൻ നടത്തി അതിനെ ഫെർട്ടിലൈസർ രൂപത്തിലാക്കി മാറ്റുന്നു. ഇതാണ് ശരിക്കും ബയോ ഫെർട്ടിലൈസറിന്റെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതാണ് ബയോ ഫെർട്ടിലൈസർ. ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസംസിനെ യൂസ് ചെയ്ത് പ്ലാന്റ്സിന് വേണ്ടുന്ന അല്ലെങ്കിൽ പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള കെമിക്കൽസിനെയും നമ്മുടെ എലമെന്റ്സ് കൊടുക്കുക എന്നുള്ളതാണ്. അതിപ്പോ നൈട്രജൻ ആവട്ടെ, പൊട്ടാഷ്യം ആവട്ടെ, ഫോസ്ഫറസ് ആവട്ടെ, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ന്യൂട്രിയൻസ് ആവട്ടെ, ഇതെല്ലാം നമ്മൾ മൈക്രോബ്സിനെ എക്സ്ട്രാക്ട് ചെയ്ത് അതിന്ന് ഫെർട്ടിലൈസർ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് റൈസോബിയം ഫെർട്ടിലൈസർ ആണ്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് റൈസോബിയം ഫെർട്ടിലൈസറിന്റെ പ്രൊഡക്ഷനും ആപ്ലിക്കേഷനും ആണ്.
അപ്പൊ നോക്കാം, റൈസോബിയം ബാക്ടീരിയ ഞാൻ പറഞ്ഞു, റൈസോബിയം അല്ലേ നമ്മൾ യൂസ് ആക്കുന്ന. അപ്പൊ റൈസോബിയ ബാക്ടീരിയ നൈട്രജൻ ഫിക്സിംഗ് സ്ട്രെയിൻ നമ്മൾ ഇനീഷ്യലി നമ്മൾ എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിന്റെ ഒരു ബ്രോത്ത് ഉണ്ടാക്കി. ബ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ഈ ഒരു മൈക്രോ ഓർഗാനിസംസ് ഒരുപാട്, അതായത് കുറച്ച് ക്വാണ്ടിറ്റിയിലുള്ള ആ ഒരു ഇതിനെയാണ് ബ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് വളരാനുള്ള ആ ഒരു സാഹചര്യം. ഇനോക്കുലം ലെവൽ ഇൻക്രീസ് ചെയ്തു, അതായത് 250 ml നിന്നും 1000 ml ലാർജ് ഫ്ലാസ്കിലേക്ക് നമ്മൾ ഇനോക്കുലം ലെവൽ ഇൻക്രീസ് ചെയ്തു. ഫസ്റ്റ് എന്താണ്, സ്ട്രെയിൻ ഓഫ് റൈസോബിയം സെലക്ട് ചെയ്തു. ഫസ്റ്റ് നമ്മൾ ഇനീഷ്യലി ഗ്രോൺ ചെയ്തു, ബ്രോത്തിൽ വെച്ചിട്ട് 24 hours. ബാക്ടീരിയ വളരുന്ന മീഡിയത്തിനെയാണ് നമ്മൾ ബ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതിന് 24 hours നോക്കി അതിനെ ഉണ്ടാക്കിയെടുത്തു. ഇനോക്കുലം നമ്മൾ പ്രിപ്പയർ ചെയ്തു. ഇനി ഇനോക്കുലം ലെവൽ ഫസ്റ്റ് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്, അതായത് 250 ml ആണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് അതിനെ എന്ത് ചെയ്തു, ലാർജ് ഫ്ലാസ്കിലേക്ക് ആക്കി, അതായത് 1000 ml വരെ നമ്മൾ പ്രിപ്പയർ ചെയ്തു. കൾച്ചേഴ്സ് ആർ ദെൻ ഗ്രോൺ ഇൻ ലാർജ് ഫെർമെന്റ്. ഈ 1000 milliliter ഫ്ലാസ്കിലുള്ളതിനെ നമ്മൾ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഫെർമെന്റേഴ്സിലേക്ക് മാറ്റി. എന്നിട്ട് ഈ ബ്രോത്ത് എന്ത് ചെയ്തു, ഈസ് ബ്ലെൻഡഡ് വിത്ത് ബ്രോത്ത് ആണ്. ഇപ്പൊ ഈ ബാക്ടീരിയ വളരുന്ന മീഡിയം, ആ ബാക്ടീരിയനെയും കൂടി ചേർത്ത് പറയുന്നതാണ് ആ ഒരു ബ്രോത്ത് എന്ന്. ആ ബ്രോത്തിന് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾക്കൊരു കാരിയർ മെറ്റീരിയൽ ഉണ്ട്. അത് ചിലപ്പോൾ പീറ്റ് ആവാം, ലിഗ്നൈറ്റ് ആവാം. ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ആണ് കാരിയർ മെറ്റീരിയൽ ആയിട്ടുള്ളത്. ആ കാരിയർ മെറ്റീരിയലിനെ പൊടിച്ച് ഫൈൻ പൗഡർ ആക്കി ഉണ്ടാവും. എന്നിട്ട് ഈ ഒരു ബ്രോത്തിനെ അതിലേക്ക് ബ്ലെൻഡ് ചെയ്യും. എന്നിട്ട് പോളിത്തീൻ ബാഗ്സിൽ നമ്മൾ 200 per gram ബാഗ് എന്ന രീതിയിൽ പാക്ക് ചെയ്യും. അതിന്റെ ക്യൂറിംഗ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞെങ്കിൽ 25 degree Celsius ആണ്. എന്നിട്ട് അതിന് ഫാർമേഴ്സിലേക്ക് ഡിസ്പാച്ച് ചെയ്യും. ഇതാണ് ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞെങ്കിൽ സീഡ് ട്രീറ്റ്മെന്റ് ഓർ സീഡ് ഇനോക്കുലേഷൻ ആണ്. സീഡ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ എന്ത് ചെയ്യുക, ആ സീഡിനെ ഇപ്പൊ നമുക്ക് കിട്ടി 200 ഗ്രാമിന്റെ പാക്കറ്റ്സ് ആണെന്ന് വിചാരിക്കാം. ആ 200 ഗ്രാമിന്റെ പാക്കറ്റ്സ് നമ്മളൊരു 40 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഈ ഓരോ സീഡും അതിനകത്ത് ഇട്ട് വെക്കുക. എന്നിട്ട് ഒരു 24 hours കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ പ്ലാന്റ് ചെയ്യുക, അതാണ്, അല്ലെങ്കിൽ അതിനെ സോ ചെയ്യുക. അതാണ് സീഡ് ട്രീറ്റ്മെന്റ് അഥവാ സീഡ് ഇനോക്കുലേഷൻ എന്ന് പറഞ്ഞെങ്കിൽ. സീഡ്ലിംഗ് റൂട്ട് ഡിപ്പ് അടുത്ത ആപ്ലിക്കേഷൻ ആണ്. അതായത് ഇതേപോലെ വെള്ളത്തിൽ കലക്കി നമ്മൾ എന്ത് ചെയ്തു, ഈ സീഡിന് സീഡ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ സീഡിനെ കോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഇത് ഇത്ര ഗ്രാം സോയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൈപ്പ് മിക്സറിൽ എടുത്തിട്ട് മാനുവറിലാണെങ്കിലും അത് മിക്സ് ചെയ്തിട്ട് ഈ ഒരു സീഡിൽ അത് കോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് സീഡ് ട്രീറ്റ്മെന്റ്. സീഡ്ലിംഗ് ആണ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ട് അതിന്റെ റൂട്ട് ഡിപ്പ് ചെയ്ത് വെക്കുന്നത്. ഒരു 4 to 5 minutes ഡിപ്പ് ചെയ്തതിനു ശേഷം റീപ്ലാന്റ് ചെയ്യാം. അതാണ് സീഡ്ലിംഗ് റൂട്ട് ഡിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി മെയിൻ ഫീൽഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാലോ, നമ്മൾ ഫീൽഡിലേക്ക് ജസ്റ്റ് ഇതൊന്ന് മാനുവലി മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ആദ്യം ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതാണ് മെയിൻ ഫീൽഡ് ആപ്ലിക്കേഷൻ. ഈ 3 ആപ്ലിക്കേഷൻ ആണ്. ഇതിപ്പോ റൈസോബിയത്തിന്റെ കേസ് ആണെങ്കിൽ കൂടെ അസോസ്പൈറില്ലത്തിനും അസോബാക്ടറിനും ഈ 3 ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത് നമുക്ക് അസോസ്പൈറില്ലാണ് പഠിക്കാനുള്ളത്. എങ്ങനെയായിരിക്കും അസോസ്പൈറില്ലം? ഈ ഒരു പിക്ചർ അത്ര ക്ലിയർ അല്ല, പക്ഷെ എന്നിരുന്നാലും പ്രൊഡക്ഷൻ സെയിം തന്നെയാണ്. നമ്മൾ ആദ്യം സ്ട്രെയിൻ എടുത്തു, ബ്രോത്ത് ആയിട്ട് മാറ്റി. ആ ബ്രോത്തിൽ നിന്ന് ഇനോക്കുലേഷൻ ലെവൽ 250 ml നിന്നും 1000 ml ആക്കി. പിന്നെ നമ്മൾ ഫെർമെന്ററിലേക്ക് മാറ്റി ലാർജ് ക്വാണ്ടിറ്റിയിൽ മേക്ക് ചെയ്തു. അതിനുശേഷം എന്താ ചെയ്തത്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു കരിയർ മെറ്റീരിയൽ, ഒന്നില്ലെങ്കിൽ പീറ്റ് സോയിൽ ആവാം അല്ലെങ്കിൽ ലിഗ്നൈറ്റ് ആവാം, ഇതിലേതെങ്കിലും ഫൈൻ ആയി പൗഡർ ചെയ്തിട്ടുള്ള ഇതിലേക്ക് മിക്സ് ചെയ്ത് നന്നായി ബ്ലെൻഡ് ചെയ്തതിനു ശേഷം പാക്കറ്റ്സിലാക്കി പോളിത്തീൻ ഷീറ്റിലാക്കിയിട്ട് ഫാമേഴ്സിന്റെ കയ്യിലേക്ക് എത്തിക്കുക. ഇത് തന്നെയാണ് അസോസ്പൈറില്ലത്തിന്റെ കേസ് ആണെങ്കിൽ. ഇവിടെ നമ്മൾ എടുക്കുന്ന സ്ട്രെയിൻ എന്താണ്, റൈസോബിയ ആണോ? അല്ല, ഇവിടെ നമ്മൾ എടുക്കുന്നത് അസോസ്പൈറിലാണ്. നോൺ ലെഗുമേ പ്ലാന്റ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ അസോസ്പൈറില്ലം യൂസ് ആക്കുന്നത്. അവിടെ അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഞാൻ പറഞ്ഞ ആപ്ലിക്കേഷൻ മെത്തേഡ്സ് എന്തൊക്കെയാണ്, സീഡ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ സീഡ് ഇനോക്കുലേഷൻ, പിന്നെ റൂട്ട് ഡിപ്പ് വരുന്നുണ്ട്, പിന്നെ അതിനുശേഷം മെയിൻ ഫീൽഡ് ആപ്ലിക്കേഷനും വരുന്നുണ്ട്. ഇത് 3 സെയിം തന്നെയാണ്. ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത് അസോബാക്ടർ ആണ്. മൈക്രോ ഓർഗാനിസത്തിനെ ഐസൊലേറ്റ് ചെയ്തെടുത്തു, പ്യുവർ കൾച്ചർ ഉണ്ടാക്കി, സ്ക്രീൻ ചെയ്തു, ഇനോക്കുലം പ്രിപ്പയർ ചെയ്തു, അതിന് സ്റ്റെറിലൈസേഷനും pH ടെക്സ്ചറൊക്കെ നമ്മൾ
സെറ്റ് ചെയ്ത് കാരിയർ പ്രിപ്പയർ ചെയ്തു. പിന്നെ ഗ്രീൻ ഹൗസ് ഫീൽഡിലേക്ക് വാലിഡേഷന് പോയി. ഗ്രീൻ ഹൗസ് ആൻഡ് ഫീൽഡ് വാലിഡേഷൻ കഴിഞ്ഞതിന് ശേഷം പാക്കിങ്ങും സ്റ്റോറിങ്ങും. ഇത് തന്നെയാണ് എല്ലാത്തിലും സെയിം ആയിട്ടുള്ള പ്രിപ്പറേഷനും ആപ്ലിക്കേഷനും ആണ് വരുന്നത്. ഏതെങ്കിലും ഒന്ന് കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ ആണ്. എന്താ ഈ സിംബയോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റിവിഷൻ ആയതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു പോകുന്നില്ല. എല്ലാം നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് തന്നെയാണ്. സിംബയോസിസ് എന്ന വേർഡിന്റെ മീനിങ് ഇപ്പൊ ഞാൻ പറഞ്ഞു, റൈസോബിയത്തിന്റെ കേസ് പറഞ്ഞു. എന്താണ്? ലെഗുമെ പ്ലാന്റ്സിന്റെ റൂട്ടില് നൊഡ്യൂള് ഫോം ചെയ്തിട്ടുണ്ട്. ആ നൊഡ്യൂളിന്റെ അകത്ത് ആരുണ്ട്? റൈസോബിയ ബാക്ടീരിയാസ് ഉണ്ട്. അപ്പൊ ഈ റൈസോബിയത്തിന് വളരണമെങ്കിൽ ഈ റൂട്ട് നൊഡ്യൂളിന്റെ ഉള്ളിലല്ലേ ഇതിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് ഇതിന് പ്രത്യേകിച്ച് ന്യൂട്രിയൻസ് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് വഴി ഈ ഒരു ബാക്ടീരിയാസിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം കൊടുക്കും. അതേപോലെ ഇപ്പൊ പ്ലാന്റ് ഇവർക്കൊരു ഉപകാരം ചെയ്തു. അപ്പൊ ഇവർ തിരിച്ചും പ്ലാന്റ്സിന് ഉപകാരം ചെയ്യുന്നത് അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ ഫിക്സ് ചെയ്യും. അതായത് ഇവർക്ക് അബ്സോർബിൾ ആയിട്ടുള്ള ഫോമില് ഈവൻ അമോണിയ ആയിട്ടാണെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്ത് പ്ലാന്റ്സിന് കൊടുക്കും. അതാണ്. അപ്പൊ ഇവര് തമ്മിലൊരു മ്യൂച്വൽ റിലേഷൻഷിപ്പിലാണ് പോകുന്നത്. ആ ഒരു മ്യൂച്വൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ സിംബയോസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ ആണ്. അപ്പൊ ഈ പറഞ്ഞ റൈസോബിയത്തിന്റെ കാര്യം തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് എങ്ങനെ ഈ നൊഡ്യൂൾ ഫോം ചെയ്യുന്നതെന്ന് പഠിക്കണം. അപ്പൊ ആദ്യം റൂട്ട് ഹെയറും ഈ സോയിലുമായിട്ട് കോണ്ടാക്ട് വരും. ഇപ്പൊ സോയിലിന്റെ അകത്ത് ആരുണ്ട്? നമ്മുടെ ബാക്ടീരിയാസ് ഉണ്ട്. അപ്പൊ ഇത് തമ്മിലൊരു കോണ്ടാക്ട് വന്നു. ഇത് അവിടെ നോക്കാം. ഇവിടെ റൂട്ട് ഹെയറും ഈ ഒരു ബാക്ടീരിയയും തമ്മിൽ കോണ്ടാക്ട് വന്നു. ബാക്ടീരിയൽ ഇൻവേർഷൻ നടന്നു. അങ്ങനെ ഇൻവേർഷൻ നടന്ന ശേഷം ഈ റൂട്ടിന്റെ ഉള്ളിൽ കൂടെ ഇത് അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എത്തണം. അതാണ് ഇൻഫെക്ഷൻ ത്രെഡ് ഫോർമേഷൻ ഇൻ ദ റൂട്ട് ഹെയർ. ഈ ഇൻഫെക്ഷൻ ത്രെഡ് ഫോം ചെയ്യുന്നത് ഒരിക്കലും ബാക്ടീരിയ അല്ല. അത് പ്ലാന്റ് ഈ ഒരു ബാക്ടീരിയക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യമാണ് ഇൻഫെക്ഷൻ ത്രെഡ് ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഈ ഒരു റൂട്ടിന്റെ എക്സ്റ്റൻഷൻ റൂട്ട് സെല്ലിൽ വരെ ഇത് എത്തുന്നു. റൂട്ട് സെല്ലിൽ എത്തിയതിനു ശേഷം ബാക്ടീരിയ എന്താ സംഭവിക്കുന്നത്? ബാക്ടീരിയക്ക് ആ ഒരു റൂട്ടിന്റെ ആ ഒരു അറ്റത്ത് എത്തിയതിനു ശേഷം അവിടെ വെച്ച് ഇതെന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങും. ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് വലുതാവും. അതാണ് നമുക്കൊരു നൊഡ്യൂൾ ആയിട്ട് കാണുന്നത്. അങ്ങനെ അവിടെ നൊഡ്യൂൾ ഫോം ചെയ്തു. ഈ നൊഡ്യൂൾ ഫോം ചെയ്തതിനു ശേഷം നൈട്രോജനേസ് എന്ന് പറയുന്ന എൻസൈം യൂസ് ചെയ്ത് എന്ത് സംഭവിക്കും? ഈ നൈട്രജനെ അമോണിയ ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഈ നൈട്രജനെ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. അതിന് ഹൈ എനർജി വേണം. ആ എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് പ്ലാന്റ്സ് ആണ് ഫോട്ടോസിന്തസിസ് വഴി. ഇതാണ് സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ സ്റ്റെപ്പിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് ഓൾറെഡി പ്രൊവൈഡ് ചെയ്തതാണ്. ഇത് ജസ്റ്റ് ഒരു റിവിഷൻ ആയതുകൊണ്ടാണ് ഇത്രയും ഷോർട്ട് ആക്കി പറഞ്ഞു പോകുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് ആണ്, ലാസ്റ്റ് ടോപ്പിക് ആണ് ബയോ ജിയോ കെമിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഈ ഒരു ബയോ ജിയോ കെമിക്കൽ സൈക്കിളില് നമുക്ക് ഒരു 5 സൈക്കിളിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. നൈട്രജൻ സൈക്കിൾ ഉണ്ട്, കാർബൺ സൈക്കിൾ ഉണ്ട്, ഓക്സിജൻ സൈക്കിൾ, ഫോസ്ഫറസ് സൈക്കിൾ, സൾഫർ സൈക്കിൾ. അങ്ങനെ ഒരു 5 സൈക്കിളിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടും ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമ്മുടെ ചാനലിൽ അതിന്റെ വീഡിയോയും ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് പിക്ചർ മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഫസ്റ്റ് തന്നെ നൈട്രജൻ ഫിക്സേഷൻ ആണ്, നൈട്രജൻ സൈക്കിൾ ആണ് പറയുന്നത്. അപ്പൊ ഒന്ന് നോക്കാം. എങ്ങനെയാണ് നൈട്രജൻ സംഭവിക്കുന്നത്? നൈട്രജൻ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് എവിടെയാ? നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ വഴി അത് അമോണിയ ആയിട്ട് മാറുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വിചാരിക്കുക. ഈ അമോണിയ എന്ത് ചെയ്യുന്നു? നൈട്രിഫൈങ് ബാക്ടീരിയ ആയിട്ട് NO2- ആയിട്ട് മാറുന്നു, നൈട്രൈറ്റ് ആയിട്ട് മാറുന്നു. ആ നൈട്രൈറ്റിനെ നമ്മുടെ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യും. ഇത് നൈട്രൈറ്റ് ആണ്, ഇത് നൈട്രേറ്റ് ആണ്. അപ്പൊ നൈട്രേറ്റ് ആയി മാറിയത് നമ്മുടെ അസിമിലേഷൻ വഴി പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നു. ഈ പ്ലാന്റ്സിന് ആര് കഴിക്കും? നമ്മുടെ ഹെർബിവോറസ് ആയിട്ടുള്ള ആനിമൽസ് കഴിക്കും. അപ്പൊ ആനിമൽസ് കഴിക്കുമ്പോൾ ഇതിന് എന്തായാലും അതിന്റെ ഡൈജഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിനെ എന്ത് ചെയ്യും? അൺഡൈജസ്റ്റ് ആയിട്ടുള്ളതിനെ യൂറിയയുടെ ഫോമിൽ അല്ലെങ്കിൽ
നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്യുന്നതിന്റെ കൂടെ യൂറിയ ഉണ്ടാവും. ആ യൂറിയയിൽ ആര് പ്രസന്റ് ആണ്? അമോണിയ പ്രസന്റ് ആണ്. അതിനെ അമോണിഫിക്കേഷൻ വഴി വീണ്ടും നൈട്രൈറ്റ് ആക്കി മാറ്റുന്നു. ഈ നൈട്രൈറ്റ് വീണ്ടും എന്താവുന്നു? നൈട്രേറ്റ് ആവുന്നു. ഇത് ഡീനൈട്രിഫിക്കേഷൻ ബാക്ടീരിയ വഴി എന്തായിട്ട് മാറുന്നു? നൈട്രജൻ ആയിട്ട് മാറുന്നു. ഇത്രയും പ്രോസസ്സ് ഇവിടെ നടന്നു. നൈട്രജൻ ഫിക്സേഷൻ, പിന്നെ അമോണിഫിക്കേഷൻ. ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാട്ടോ. ഇത് ഒന്നാമത്തെ നൈട്രജൻ ഫിക്സേഷൻ. രണ്ടാമത്തെ പ്രോസസ് ആണ് അമോണിഫിക്കേഷൻ. മൂന്നാമത്തെ പ്രോസസ് ആണ് നൈട്രിഫിക്കേഷൻ. നാലാമത്തെ എസിമിലേഷൻ. അഞ്ചാമത്തെ പ്രോസസ്സ് ഡീനൈട്രിഫിക്കേഷൻ. ആറാമത്തെ നമുക്ക് ലൈറ്റനിങ് ആയിട്ടും പറയാം. ഇത്രയും പ്രോസസ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജൻ എന്താ ചെയ്തത്? അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ നമ്മളെ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ അമോണിയയാക്കി മാറ്റി. ആ അമോണിയനെ നൈട്രിഫൈങ് ബാക്ടീരിയാസ് ആദ്യം നൈട്രൈറ്റ് ആക്കി മാറ്റി, നൈട്രേറ്റ് ആക്കി മാറ്റി. ഇതിനെ നമ്മുടെ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്തു. പ്ലാന്റ്സിന് ആര് കഴിച്ചു? നമ്മുടെ ഹെർബിവോറസ് ആയിട്ടുള്ള ആനിമൽസ് കഴിച്ചു. ആ ഡൈജഷൻ ഒക്കെ കഴിഞ്ഞ് എക്സ്ക്രീറ്റഡ് മെറ്റീരിയൽസിൽ നിന്ന് അതിൽ യൂറിയന്റെ കണ്ടന്റ് ഉണ്ടാവും. അപ്പൊ അതിൽ അമോണിയ പ്രസന്റ് ആണ്. അമോണിഫിക്കേഷൻ വഴി നൈട്രേറ്റ് ആക്കി മാറ്റുന്നു. പിന്നെ ഈ നൈട്രേറ്റിനെ രണ്ട് രീതിയിലാണ് പോകുന്നത്. ആ നൈട്രേറ്റിനെ ഡീനൈട്രിഫിക്കേഷൻ ബാക്ടീരിയ ഡീനൈട്രിഫിക്കേഷൻ നടത്തി നൈട്രജൻ വീണ്ടും അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നു. ലൈറ്റനിങ് വഴി നൈട്രേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ കുറച്ച് കെമിക്കൽ ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അത് നോക്കാം. 5 പ്രോസസ് ആണെന്ന് പറഞ്ഞു. നൈട്രജൻ ഫിക്സേഷൻ, നൈട്രിഫിക്കേഷൻ, നൈട്രജൻ എസിമിലേഷൻ, അമോണിഫിക്കേഷൻ ഒക്കെ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ കുറച്ച് റിയാക്ഷൻസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നൈട്രജൻ ഫിക്സേഷനിൽ എന്താ സംഭവിക്കുന്നത്? നൈട്രജൻ എന്തായിട്ട് മാറുന്നു? നോക്കുക, നൈട്രജൻ എന്തായിട്ടാ മാറുന്നത്? അമോണിയ ആയിട്ട് മാറുന്നു. അമോണിയം അയോൺ ആയിട്ട് മാറുന്നു. അതാണ് നൈട്രജൻ ഫിക്സേഷനിൽ സംഭവിക്കുന്നത്. ഇനി നൈട്രിഫിക്കേഷൻ, അമോണിയം അയോണിന് നൈട്രൈറ്റ് ആയിട്ട് മാറുന്നു. പിന്നെ അത് നൈട്രേറ്റ് ആയിട്ട് മാറുന്നു. ഇനി നൈട്രജൻ അസിമിലേഷൻ എന്താ? ഈ നൈട്രേറ്റിനെ അമോണിയം അയോൺ ആക്കി മാറുന്നു. അമോണിയം അമിനോ ആസിഡ്സ്, അമോണിയം അയോൺസ് പിന്നെ അമിനോ ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അമിനോ ആസിഡ്സ് ആയിട്ട് മാറുന്നു. ആ അമിനോ ആസിഡ്സ് പിന്നെ പ്രോട്ടീൻസ് ആയിട്ട് മാറുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നാലാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് അമോണിഫിക്കേഷൻ ആണ്. അതായത് നമ്മൾ പ്രോട്ടീൻസ് ഉണ്ട്, പ്രോട്ടീൻസ് അമിനോ ആസിഡ്സ് ആയിട്ട് മാറുന്നു. അമിനോ ആസിഡ്സ് പിന്നെ അമോണിയം അയോൺ ആയിട്ട് മാറുന്നു. പിന്നെ ഡീനൈട്രിഫിക്കേഷൻ ആണ് പറഞ്ഞത്. അത് നൈട്രേറ്റ് പിന്നെ നൈട്രൈറ്റ് ആയിട്ട് മാറുന്നു. നൈട്രൈൽ ഓക്സൈഡ് ആയിട്ട് മാറുന്നു. നൈട്രസ് ഓക്സൈഡ് ആയിട്ട് മാറുന്നു. പിന്നെ നൈട്രജൻ ആയിട്ട് മാറുന്നു. ഇത്രയും പ്രോസസ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതാണ് നമ്മുടെ നൈട്രജൻ സൈക്കിൾ. ഇതേപോലെ നമുക്ക് കാർബൺ സൈക്കിൾ ഉണ്ട്. കാർബൺ സൈക്കിൾ എങ്ങനെയാണ്? കാർബണിന്റെ കണ്ടന്റ് ഏറ്റവും കൂടുതലുള്ളത് അറ്റ്മോസ്ഫിയറിലാണ്. എന്ത് ഫോമിലാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഫോമിലാണ് ഉള്ളത്. കാർബൺ ഡൈ ഓക്സൈഡിന് ആര് വലിച്ചെടുക്കുന്നു? ഫോട്ടോസിന്തസിസ് വഴി കാർബൺ ഫിക്സേഷൻ അവിടെ സംഭവിക്കുന്നു. ഇത് എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? നമ്മുടെ ഹെർബിവോറസ് ആയിട്ടുള്ള ആനിമൽസ് ഇതിനെ ഭക്ഷിക്കുന്നു. അതായത് അവര് ഡെഡ് ആവുന്ന സമയത്ത് ഡീകമ്പോസിഷൻ സംഭവിക്കുന്നു, ഫോസിൽസ് ഉണ്ടാവുന്നു. ആ ഫോസിൽ ഫ്യൂൽസിനെ നമ്മൾ കമ്പഷന് വേണ്ടി എടുക്കുന്നു. അങ്ങനെ കമ്പഷൻ നടന്നിട്ട് വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ആയിട്ട് പോകുന്നു. അതേപോലെ പിന്നൊരു പ്രോസസ്സാണ് നമ്മളെ പോലുള്ള, അതായത് ഹ്യൂമൻ ബീയിങ്സും ആനിമൽസ് ഒക്കെ റെസ്പിറേഷൻ നടത്തുന്നുണ്ട്. റെസ്പിറേറ്റ് ചെയ്യുമ്പോഴും കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നു. അവിടെ നിന്ന് ഫോട്ടോസിന്തസിസ് വഴി കാർബൺ ഫിക്സേഷൻ സംഭവിക്കുന്നു. അത് ആനിമൽസിലേക്ക് പോകുന്നു. ആനിമൽസിൽ 2 രീതിയിലാണ്. ഒന്ന് ഡീകമ്പോസിഷൻ വഴി, ഈ പ്ലാന്റ്സ് ഡീകമ്പോസ് ചെയ്താലും മതി കേട്ടോ. പ്ലാന്റ്സും ഡീകമ്പോസ് ചെയ്യാം, അതേപോലെ തന്നെ ആനിമൽസും ഡെഡ് ആയതിനു ശേഷം ഡീകമ്പോസ് ചെയ്യും. അപ്പൊ ആനിമൽസിന്റെ വക ഡീകമ്പോസിഷനിലും നമുക്ക് എന്ത് കിട്ടും? കാർബൺ ഡൈ ഓക്സൈഡിന്റെ കാർബൺ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ റെസ്പിറേഷൻ വഴിയും കിട്ടുന്നുണ്ട്. ഫോസിലേഷൻ സംഭവിക്കുന്നു, ഫോസിൽ ഫ്യൂൽസ് ഉണ്ടാവുന്നു. ഫോസിൽ ഫ്യൂൽസിനെ നമ്മൾ കമ്പഷന് വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയൽ പർപ്പസിന് യൂസ് ആക്കുന്നു. അവിടെ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ആവുന്നു. ഇതാണ് കാർബണിന്റെ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ കാർബൺ, നൈട്രജൻ, ഓക്സിജൻ എന്നൊക്കെ പറയുന്നത് എന്താ? ഗ്യാസ് ആണ് അല്ലെ? അപ്പൊ ജനറലി നമ്മൾ ഈ ഒരു 3 സൈക്കിളിനെ പറയണത് എന്താണ്? ഗ്യാഷ്യസ് സൈക്കിൾ എന്നാണ് പറയുന്നത്. ഓക്സിജൻ അറ്റ്മോസ്ഫിയറിൽ ഓക്സിജന്റെ ഫോമിൽ ഉണ്ടാവുന്നു. ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് യൂസ് ആക്കുന്നുണ്ട് ഇല്ലേ? ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് ഫോട്ടോസിന്തസിസ് വഴി പുറത്തേക്ക് വിടുന്നത്, ഈ ഒരു പ്ലാന്റ്സ് പുറത്തേക്ക് വിടുന്നത് ഓക്സിജൻ ആണ്. പിന്നെ ആനിമൽസ് ഇത് റെസ്പിറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. ആനിമൽസ് പിന്നെ എന്ത് ചെയ്യുന്നു? CO2
പുറത്തേക്ക് വിടുന്നു. ഈ CO2 പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നു, എന്നിട്ട് O2 റിലീസ് ചെയ്യുന്നു. ഇനി ഈ ആനിമൽസ് തന്നെ റെസ്പിറേഷൻ സംഭവിച്ചു, ഇത് ഡീകമ്പോസ് ചെയ്യുന്ന സമയത്ത് ഫോസിൽസ് ആയി മാറുന്നു. ഫോസിൽസ് എന്ത് ചെയ്യുന്നു? ഫോസിൽ ഫ്യൂൽസ് ആയിട്ട് മാറുന്നു. ഫോസിൽ ഫ്യൂൽസ് ഇൻഡസ്ട്രിയൽ കമ്പഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഇൻഡസ്ട്രിയൽ കമ്പഷൻ നടന്നതിന് ശേഷം കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നു. ആ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മുടെ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നു. പ്ലാന്റ്സ് എന്നിട്ട് ഓക്സിജനെ റിലീസ് ചെയ്യുന്നു. ഇത്രയും പ്രോസസ്സാണ് ഓക്സിജൻ സൈക്കിളിൽ നടക്കുന്നത്. ഇനി നമുക്ക് അടുത്തതുള്ളത് ഫോസ്ഫറസ് സൈക്കിളും അതേപോലെ തന്നെ സൾഫർ സൈക്കിളും ആണ് ഉള്ളത്. എന്താണ് ഫോസ്ഫറസ് സൈക്കിൾ? ഫോസ്ഫറസ് നമുക്ക് ഇങ്ങനെ എന്താ പറയാ, അറ്റ്മോസ്ഫിയറിൽ വായുവായിട്ടാണോ കാണാൻ സാധിക്കുന്നത്? അല്ല. ഫോസ്ഫറസിന് ഫസ്റ്റ് പ്രോസസ് എന്താണ്? പാരന്റ് റോക്ക് ഉണ്ടാവണം. ആ പാരന്റ് റോക്കിങ്ങിന് വെതറിങ് സംഭവിച്ചിട്ട് ഫോസ്ഫേറ്റ് റോക്സ് ആയിട്ട് മാറണം. ഈ ഫോസ്ഫേറ്റ് റോക്സ് പലതും സോല്യൂബിൾ ആണ് വാട്ടറിൽ. അപ്പൊ വാട്ടറിൽ സോയിലൊക്കെ സോല്യൂബിൾ ആയിട്ടുള്ളതാണ്. വെതറിങ് സംഭവിച്ച് സോയിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത് ലീച്ചിങ് വഴി നമ്മുടെ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യില്ലേ? ഈ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യും. പ്ലാന്റ്സിന് ആര് കഴിക്കും? നമ്മുടെ ആനിമൽസ് കഴിക്കും. അത് ഡീകമ്പോസ് ചെയ്തിട്ട് പിന്നെയും ഫോസ്ഫേറ്റ് ആയിട്ട് സോയിലിലേക്ക് തന്നെ വരുന്നു. അപ്പൊ രണ്ട് രീതിയിലാണ് സോയിലിലേക്ക് വരുന്നത്. ഒന്ന് പാരന്റ് റോക്കിന് വെതറിങ് സംഭവിച്ചിട്ട് സോയിലിലേക്ക് വരുന്നു. ഈ സോയിലിലുള്ള കുറച്ച് ഫോസ്ഫേറ്റിനൊക്കെ ആര് വലിച്ചെടുത്തു? നമ്മുടെ പ്ലാന്റ്സ് വലിച്ചെടുത്തിട്ട് അവരെ ആര് കഴിക്കും? നമ്മുടെ ആനിമൽസ് കഴിച്ച് ആനിമൽസ് ഡീകമ്പോസ് ചെയ്യുമ്പോൾ ഫോസ്ഫേറ്റ് വീണ്ടും സോയിലിലേക്ക് തന്നെ വരുന്നു. ഇനി സോയിലില് എല്ലാം പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യില്ല. ബാക്കിയുള്ളത് എന്ത് ചെയ്യും? ലീച്ചിങ് വഴി വെള്ളത്തിൽ ഡിസോൾവ് ആവും. ഈ വെള്ളത്തിൽ ഡിസോൾവ് ആയി കഴിഞ്ഞാൽ ഒരുപാട് കാലം ഇതിങ്ങനെ ഡിസോൾവ് ആയി കിടക്കുന്ന സമയത്ത് ഇത് അവിടെ സെറ്റിലാവും. ഈ സെറ്റിലായി അങ്ങനെ ഒരുപാട് കാലം സെറ്റിലായിട്ട് അത് റോക്ക് ആയിട്ട് ഫോം ചെയ്യും. ഈ റോക്കായി ഫോം ചെയ്ത് കഴിഞ്ഞാൽ ജിയോളജിക്കൽ അപ്ലിഫ്റ്റ് കാരണം പിന്നെ അതൊരു റോക്ക് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. വീണ്ടും ഈ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നു. ഇതാണ് ഫോസ്ഫറസ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ആദ്യം പാരന്റ് റോക്ക് വെതറിങ് സംഭവിച്ചു, സോയിലിൽ സോല്യൂബിൾ ആയിട്ട് കുറച്ച് ഫോസ്ഫേറ്റ് ഉണ്ടാവും. അതിന്ന് പ്ലാന്റ്സ് അബ്സോർബ് ചെയ്തു. പ്ലാന്റ്സിനെ നമ്മുടെ ആനിമൽസ് കഴിച്ചു. അവർ ഡീകമ്പോസ് ചെയ്യുമ്പോൾ ഫോസ്ഫേറ്റ് വീണ്ടും സോയിലിലേക്ക് വരുന്നു. കുറച്ച് ഫോസ്ഫേറ്റ് ഒക്കെ ലീച്ചിങ് വഴി വെള്ളത്തിൽ ഡിസോൾവ് ആവുന്നു. അങ്ങനെ വെള്ളത്തിൽ ഡിസോൾവ് ആയി അവിടെ റോക്സ് വന്ന് തട്ടി അത് സെറ്റിൽ ആവുന്നു. അങ്ങനെ ജിയോളജിക്കൽ അപ്ലിഫ്റ്റ് കാരണം വീണ്ടും പാരന്റ് റോക്ക് ആയിട്ട് മാറുന്നു. ഇതാണ് ഫോസ്ഫറസ് സൈക്കിൾ. അപ്പൊ ഇത് ഗ്യാഷ്യസ് സൈക്കിൾ ആണോ? അല്ല, ഇതൊരു സെഡിമെന്ററി സൈക്കിൾ ആണ് ഫോസ്ഫറസ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് സൾഫർ സൈക്കിൾ ആണ് പഠിക്കാനുള്ളത്. സൾഫർ എങ്ങനെയാ നോക്കുക? സൾഫർ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എങ്ങനെയാ സൾഫർ ഇതിലേക്ക് വരുന്നത്? ഇൻഡസ്ട്രിയലൈസേഷൻ നടന്നു. ഇൻഡസ്ട്രീസിൽ നിന്നും നമ്മൾ കത്തിച്ചതിന് ശേഷം SO2ഉം H2S ഒക്കെ ഇങ്ങോട്ട് പോകുന്നു, അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നു. ഈ അറ്റ്മോസ്ഫിയറിൽ SO2 എത്തിക്കഴിഞ്ഞാൽ SO4 2- ആയിട്ട് മാറുന്നു. അവിടെ വെച്ച് ഹൈഡ്രജൻ അല്ലെങ്കിൽ വാട്ടർ വേപ്പറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ആസിഡ് റെയിൻ ആയിട്ട് ഇത് താഴേക്ക് എത്തുന്നു. ആസിഡ് റെയിൻ ആയിട്ട് താഴത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ മണ്ണിലൊക്കെ ഈ ഒരു സൾഫറിന്റെ പ്രസൻസ് ഉണ്ടാവും. അതാണ് ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി സോയിലില് ഇതുണ്ടാവും. സോയിൽ ഇതുണ്ടാവുമ്പോൾ പ്ലാന്റ്സ് ഇതിനെ അബ്സോർബ് ചെയ്യും. പ്ലാന്റ്സിന് ആര് കഴിക്കും? നമ്മുടെ ആനിമൽസ് കഴിക്കും. ആനിമൽസ് കഴിക്കുമ്പോൾ ഓർഗാനിക് സൾഫർ അവിടെ റിലീസ് ആവുന്നുണ്ട്. ഇനി ഈ ഓർഗാനിക് മാറ്ററിനെ വീണ്ടും സോയിലിലേക്ക് തന്നെ പോകുന്നു. വോളറ്റലൈസേഷൻ വഴി കുറെയൊക്കെ വോളറ്റലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോളറ്റലൈസേഷൻ വഴി അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ എന്തെത്തുന്നുണ്ട്? സൾഫർ എത്തുന്നുണ്ട്. അപ്പൊ പ്ലാന്റ്സ് അപ്ടേക്ക് ചെയ്യുന്ന വഴി എത്തുന്നുണ്ട്, വോളറ്റലൈസേഷൻ വഴി എത്തുന്നുണ്ട്. ഇൻഡസ്ട്രീസിൽ നിന്ന് നമ്മൾ കമ്പഷൻ അതായത് ഇൻഡസ്ട്രിയൽ പൊല്യൂട്ടന്റ് ആയിട്ട് സൾഫർ അറ്റ്മോസ്ഫിയറിൽ എത്തുന്നുണ്ട്. ഈ അറ്റ്മോസ്ഫിയറിൽ എത്തിയത് ആസിഡ് റെയിൻ ആയിട്ട് തിരിച്ച് വീണ്ടും ഭൂമിയിൽ എത്തുന്നു. ഇതാണ് നമ്മുടെ സൾഫർ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് which of the following is not an objective of composting എന്നാണ് ക്വസ്റ്റ്യൻ. റിഡക്ഷൻ ഓഫ് മാസ്, എലിമിനേഷൻ ഓഫ് ടോക്സിക് സബ്സ്റ്റൻസ്, സ്റ്റെബിലൈസേഷൻ, ഇൻസിനറേഷൻ. ഏതാണ് റിഡക്ഷൻ ഓഫ് മാസ്? നമ്മളൊരു കുന്നുകൂട്ടിയിട്ടുള്ള ഒരു കുറെ വേസ്റ്റ് കൊണ്ടുപോയിട്ട് കുറെ കാലം നമ്മൾ മണ്ണിൽ ഒരു കുഴിയെടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ മാസ് റെഡ്യൂസ് ആവുന്നുണ്ട്. അപ്പൊ എന്തല്ല റിഡക്ഷൻ ഓഫ് മാസ് കമ്പോസ്റ്റിംഗിൽ ഉള്ളതാണ്. നോട്ട് ആൻ ഒബ്ജക്റ്റീവ് എന്നാ ചോദിച്ചിട്ടുള്ളത്. ടോക്സിക് സബ്സ്റ്റൻസിനെ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്, സ്റ്റെബിലൈസേഷൻ നടക്കുന്നുണ്ട്, ഇൻസിനറേഷൻ അവിടെ സംഭവിക്കുന്നുണ്ടോ? കമ്പോസ്റ്റിംഗിൽ ഇൻസിനറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കത്തിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ടോ?
ഇല്ല. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഇൻസിനറേഷൻ ആണ്. ഇനി അടുത്തത് നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഈസ് നോട്ട് എ പോസ്റ്റ് പ്രോസസിങ് ആക്ടിവിറ്റി? കമ്പോസ്റ്റിംഗിൽ തന്നെ പോസ്റ്റ് പ്രോസസിങ് ആക്ടിവിറ്റി ആയിട്ട് നടക്കാത്ത ഒരു പ്രോസസ് ഏതാണ്? സീവിങ് ആണോ? സീവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിക്കുക. അരിക്കൽ അവിടെ നടക്കുന്നുണ്ടോ? ഇല്ല. ഡ്രൈയിങ് അവിടെ നടക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ലാൻഡ് ഫില്ല് സീൽ ചെയ്യുന്നുണ്ട്. ഒരു കുഴി എടുത്തിട്ടുണ്ടെങ്കിൽ ആ കുഴീനെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ലാൻഡ് ഫിൽ സീലിംഗ് ആണ് അവിടെ വരുന്ന ആൻസർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് മേജർ ടെക്നിക് ഈസ് നോട്ട് എംപ്ലോയ്ഡ് ഡ്യൂറിങ് ഇൻസിറ്റോ ബയോറെമഡിയേഷൻ? ഇൻസിറ്റോ ബയോറെമഡിയേഷനിൽ ഉപയോഗിക്കാത്ത ഒരു ടെക്നിക്ക് ഏതാണ്? ബയോ സ്പാരിംഗ് ഉപയോഗിക്കുന്നതാണ്, ബയോ വെൻഡിങ് യൂസ് ആക്കുന്നതാണ്, ഇഞ്ചക്ഷൻ റിക്കവറി യൂസ് ആക്കുന്നതാണ്. ബയോലൂമിനസെൻസ് മാത്രം അവിടെ യൂസ് ആക്കുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, റൈസോബിയം ഈസ് എ ഫ്രീ ലിവിംഗ് ബാക്ടീരിയം ദാറ്റ് ഫിക്സസ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ. ആണോ? ഇത് ട്രൂ ഓർ ഫാൾസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ഓ ശരിയാണ്, നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ആണല്ലോ റൈസോബിയം എന്ന് നമുക്ക് തോന്നും. പക്ഷേ റൈസോബിയത്തിന് ഫ്രീ സ്റ്റേറ്റ്സിൽ ഇരുന്നിട്ട്, അതായത് ആ ഒരു റൂട്ടിന്റെ ഉള്ളിൽ കയറാതെ ഇത് വെറുതെ സോയിലിൽ കിടക്കുകയാണെങ്കിൽ നൈട്രജനെ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് ആ ഒരു സിംബയോസിസിലൂടെ മാത്രമേ നൈട്രജനെ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് പലപ്പോഴും തെറ്റിക്കാം. റൈസോബിയം എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ തന്നെയാണ്. ബട്ട് അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, സിംബയോസിസിൽ മാത്രമേ അത് പോസിബിൾ ആവുള്ളൂ. അതായത് റൂട്ടിന്റെ നൊഡ്യൂൾ ഫോം ചെയ്ത് ആ ഒരു നൊഡ്യൂളിന്റെ ഉള്ളിലാണ് ബാക്ടീരിയ എങ്കിൽ മാത്രമേ അത് പോസിബിൾ ആവുള്ളൂ. അല്ലാത്ത സമയത്ത് അത് ഫോൾസ്, അതായത് ആ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്, presence of which of the following element is required for nitrogen fixation? Phosphorus ആണ് കേട്ടോ. നൈട്രജൻ ഫിക്സേഷൻ ആവശ്യമായിട്ടുള്ള ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഫോസ്ഫറസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫോസ്ഫറസ് സൈക്കിൾ ഈസ് അൺയൂഷ്വൽ ഇൻ ദാറ്റ് ഇറ്റ് ഈസ് എൻറ്റയർലി വിത്തിൻ ദ അക്വാട്ടിക് എക്കോസിസ്റ്റം, വിത്തിൻ ദ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം, സെഡിമെന്ററി, ഗ്യാഷ്യസ്. ഏതാണ് ഫോസ്ഫറസ്? ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഫോസ്ഫറസ് എന്ന് പറയുന്നത് ഗ്യാഷ്യസ് അല്ല, ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം അല്ല, അക്വാട്ടിക് എക്കോസിസ്റ്റം അല്ല, അതൊരു സെഡിമെന്ററി സൈക്കിൾ ആണ്. ഇനി സെവൻത് ക്വസ്റ്റ്യൻ, വിച്ച് പ്രോസസ് കൺവേർട്ട് മോസ്റ്റ് കാർബൺ ഫ്രം വൺ ഫോം ടു ദ അതർ? വിച്ച് പ്രോസസ് കൺവേർട്സ് മോസ്റ്റ് കാർബൺ ഫ്രം വൺ ഫോം ടു അതർ? അതായത് കാർബണിന്റെ ഏത് പ്രോസസ്സാണ് കാർബണിലെ, അതായത് ഒരുപാട് പ്രോസസ്സ് നമ്മൾ പഠിച്ചു. കാർബണിനെ മറ്റൊരു ഫോം ആക്കി മാറ്റുന്ന, കാർബണിന്റെ ഏതെങ്കിലും ഒരു ഫോം ആക്കി മാറ്റുന്ന ഒരുപാട് പ്രോസസ്സ് നമ്മൾ പഠിച്ചു. ഡീക്കേയിങ്, ഫീഡിങ്, ഫോട്ടോസിന്തസിസ്. ഇതിലേതാണ്? ഫസ്റ്റ് കുഞ്ഞു കുട്ടികളാകുമ്പോൾ മുതൽ നമ്മൾ പഠിക്കുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോട്ടോസിന്തസിസ് വഴിയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. ലാർജസ്റ്റ് റിസർവയർ ഓഫ് ഫോസ്ഫറസ് ഇൻ ദ ബയോസ്ഫിയർ ഏതാണ്? റോക്ക് ആണ്. അറ്റ്മോസ്ഫിയറിലാണോ, ഓഷ്യനിലാണോ, ഓർഗാനിസംസിലാണോ? ഇതിലെല്ലാത്തിലും ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ വരുന്നത് ലാർജസ്റ്റ് റിസർവയർ എന്ന് പറയുന്നത് റോക്ക് ആണ്. ഇനി മൂന്നാമത്തെ, നൈട്രിഫിക്കേഷൻ ഈസ് എ പാർട്ട് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈക്കിൾ? ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, നൺ ഓഫ് ദിസ്. ഏതാണ്? നൈട്രിഫിക്കേഷൻ എന്ന് പറയുന്നത് നൈട്രജൻ സൈക്കിളിലെ ഒരു ഭാഗമാണ്. എസിമിലേഷൻ എന്ന് പറയുന്നതോ, അമോണിഫിക്കേഷൻ എന്ന് പറയുന്നതോ? ഇത് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. എസിമിലേഷൻ എന്ന് പറയുന്നത് ഏത് സൈക്കിളിന്റെ പാർട്ടാണ്, അതേപോലെ അമോണിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏത് സൈക്കിളിന്റെ പാർട്ടാണ്? ഇതിൽ രണ്ടിലും, എസിമിലേഷനിലായാലും അമോണിഫിക്കേഷനിലായാലും കിട്ടുന്ന ലാസ്റ്റ് പ്രോഡക്റ്റ് ഏതാണെന്നും കൂടെ പറയണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എൻവയോൺമെന്റൽ മൈക്രോബയോളജി എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ റിവിഷൻ ആണ്. കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 9 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവുക. നോട്ട്സ് നന്നായിട്ട് വായിക്കുക. ഈ ഒരു റിവിഷന്റെ നോട്ട് വായിക്കാൻ ഞാൻ അത്രയും പറയില്ല, നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് വായിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഒരു PSC എക്സാം ആയതുകൊണ്ട് തന്നെ വേർഡ് ബൈ വേർഡ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. സെന്റൻസ്, ഓരോ സെന്റൻസും അത്രയും പെർഫെക്റ്റ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പോവാൻ. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല. ഈ ഒരു നോട്ടിൽ ജസ്റ്റ് ഷോർട്ട് ആയിട്ട്, വളരെ ഷോർട്ട് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഡീറ്റെയിൽ നോട്ട്സ് നമുക്ക് PDF ആയിട്ട് അവൈലബിൾ ആണ്. അപ്പൊ അത് വായിക്കുക നന്നായിട്ട്. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു.